നമ്മൾ ഇന്നിരിക്കുന്നത് ഏഷ്യറിന്റെ ഏറ്റവും പുതിയ 24+1 അതായത് 24 സീറ്റർ ബസ് വന്നിട്ടുണ്ട്. കിടില സാധനട്ടാ. സ്റ്റാർ ലൈൻ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞുള്ള മോഡലാണ് നമ്മളിപ്പോ നോക്കണേ. അതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ. ചെമ്പ് സാധനട്ടാ. അപ്പൊ ഗൈസ്, നമ്മുടെ മുമ്പിലുള്ളതാണ് ഏറ്റവും പുതിയ ഏഷ്യറിന്റെ 2070E എന്ന് പറഞ്ഞിട്ടുള്ള 24 സീറ്റർ മോഡൽ. നല്ലൊരു ബെറ്റർ കംഫർട്ടും അതുപോലെ തന്നെ പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലോ മെയിൻ്റെനൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു ടൂറിസ്റ്റ് ബസ് മോഡൽ ഒരു ബസ് അങ്ങോട്ട് പൂശിയാലോ. പെടക്കാട്ടെ നമ്മുടെ ഏഷ്യറിന്റെ ഈ ഒരു സ്റ്റാർ ലൈൻ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞുള്ള മോഡല്. നമുക്ക് വാഹനത്തിന് അടുത്ത് കാണുമ്പോൾ വലിയൊരു വിൻഷീൽഡ് കാണാം ഫ്രണ്ടിൽ. അതിന് മുകളിൽ 2 പാർക്ക് ലൈറ്റ് കാണാം. ഡ്രൈവറിന്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹിഡൻ മിറർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അതിഗംഭീരമായുള്ള ഒരു ഭീമാകാരമായുള്ള ഒരു ഫേസ് ആണ്. ഇവിടെ ഡ്യുവൽ വൈപ്പർ വിത്ത് വാഷർ വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ഫേസ് നമുക്ക് പൊന്തിച്ച് വെക്കാനൊക്കെ പറ്റും. കണ്ട അവിടെ ഇത് പൊന്തിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇവിടെ ഏഷ്യർ എന്നുള്ള അവരുടെ ഏറ്റവും പുതിയ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ പാർട്ടുകളെല്ലാം ഫിക്സഡ് ആയിരുന്നു വരുന്നത്. അപ്പൊ ഇതൊക്കെ മാറി ഒരു ടൂറിസ്റ്റ് മോഡൽ, പക്കാ ഒരു ടൂറിസ്റ്റ് മോഡലായിട്ടാണ് ഇത്തവണ കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഹീറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനത്തിന്റെ ഫ്രണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു ചിരിച്ചിട്ടുള്ള ഒരു ക്യൂട്ട് ഫേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ വാഹനത്തിന്റെ ലൈറ്റുകളെല്ലാം തന്നെ ഹാലോജൻ ബൾബുകളാണ്. കണ്ട ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് വെച്ചേക്കാണ്. ഒരു ഡുവൽ ചാമ്പേഴ്സ് പോലെ അല്ലെ. അതായത് 2 സർക്കിളിലായിട്ടാണ് ഇവിടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. താഴെ ഒരു എയർ ഡാം യൂണിറ്റ് പോലത്തെ ഒരു യൂണിറ്റ് ഗ്രില്ല് കാണാം. പിന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വെക്കണം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് വെഹിക്കിൾ ആട്ടെ. ഇതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി വാഹനം എടുത്തിട്ട് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഏത് ടൈപ്പിൽ വേണേലും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മളുള്ള ഹിഡൻ മിറർ. ഇത് താഴേക്ക് എന്തെങ്കിലും ഐറ്റംസോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിട്ട് ആ ഒരു മിറർ വെച്ചാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു വൈഡർ ആയിട്ടുള്ള ഡോറാണ് ഡ്രൈവർക്ക് കയറാനുള്ള സ്ഥലത്ത് കൊടുത്തത്. ഡോർ തുറക്കുമ്പോൾ ഏകദേശം ഒരു 80 ഡിഗ്രി തുറക്കുന്നുണ്ട്. പിന്നെ താഴെ 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു വലിയ മിറർ കാണാം. സ്പ്ലിറ്റ് വിൻഡോസ് ആണ് വരുന്നത്. കണ്ട ഗ്ലാസുകളെല്ലാം. ഇതിൽ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എടുത്തിട്ട് AC കയറ്റണമെങ്കിൽ അങ്ങനെയും കയറ്റാം. ഇവിടെ എമർജൻസി ഡോറാട്ടാം. പിന്നെ നോർമൽ ആയിട്ടുള്ള ഡോറുകൾ. ലാസ്റ്റും ഒരു എമർജൻസി എക്സിറ്റ് വേറെ കാണാം. ഇവിടെ സ്റ്റാർ ലൈൻ കാണാം. M ബൂസ്റ്റർ എന്നുള്ള അവരുടെ ലേറ്റസ്റ്റ്, അതായത് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനുള്ള ടെക്നോളജികളുണ്ട്. ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. EC യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ EC യൂണിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഒക്കെ ആട്ടാ. ഞാൻ പറഞ്ഞുതരാം. ആഡ് ബ്ലൂവിന്റെ ടാങ്ക് ഇവിടെ കൊടുത്ത് ഒരു 19 ലിറ്ററിന്റെ ആഡ് ബ്ലൂവിന്റെ ടാങ്ക് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ പാർക്ക് ലൈറ്റ് ഇതേ സൈഡിലും പോയിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ പ്രത്യേക ഷേപ്പിൽ. പിന്നെ യെല്ലോ കളറിൽ നമ്മുടെ ആ ഒരു റിഫ്ലക്ടറും പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർ ലൈൻ നെക്സ്റ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു സ്റ്റിക്കറിങ്ങും പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ ഓവറോൾ സൈഡ് വ്യൂ? ഇനി ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ ഇവിടെ സെമി എലിപ്റ്റിക്കൽ സസ്പെൻഷൻ യൂണിറ്റ് ആണ് ഫ്രണ്ടിൽ കൊടുത്താണ്. ഇനി അത് മാത്രമല്ല ഇവിടെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 750/16 ടയറാണ് നമ്മൾ വാഹനത്തിൽ കൊടുത്താണ്, 16 ഇഞ്ചിന്റെ. ഞാൻ മാത്രമല്ല വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സർക്യൂട്ട് S-CAM ഫുൾ എയർ ബ്രേക്ക് സിസ്റ്റം ആണ് വാഹനത്തിൽ വരുന്നത്. ഇനി ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടയേഴ്സ് വരുന്നുണ്ട്. സെയിം ടയർ സൈസ് തന്നെയാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ സെമി എലിപ്റ്റിക്കൽ സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും കൊടുത്താണ്. കണ്ട ആ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിൽ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു എമർജൻസി എക്സിറ്റ് വേറെ വരുന്നുണ്ട്. ഇവിടെ ചവിട്ടി കയറാനുള്ള ഒരു ഹോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിലും സ്പ്ലിറ്റ് വിൻഡോസ് തന്നെ വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ബ്രേക്ക് ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഏഷ്യറിന്റെ ഒരു തനതായിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുകളിൽ 2 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു ഗ്ലാസ് യൂണിറ്റ് ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റാർ ലൈൻ ഉണ്ട്, ഏഷ്യർ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വാഹനത്തിന് കൊടുത്താണ്. LED അല്ല, നോർമൽ അല്ലേ. റൈറ്റ് സൈഡിൽ ഏഷ്യറിന്റെ ഒരു പ്ലാന്റിൽ തന്നെയാണ് ഈ വാഹനം നിർമ്മിച്ചെന്നുള്ളൊരു സ്റ്റിക്കറിങ്. ഈ വാഹനത്തിന് റിവേഴ്സ് ക്യാമറകളില്ല, നമുക്ക് റിവേഴ്സ് സെൻസറുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ വാഹനത്തിന് 6855 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 2164 mm, ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 2975 mm ആട്ടോ. ഇതാണ് റിയർ സെൻസറുകൾ. താഴെ നമുക്ക് സ്പെയർ വീല് കാണാം, ചേസിന്റെ ആ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വണ്ടി ഓടി വന്നിട്ടുള്ളതിന്റെ രീതിക്കാണ് താഴെയും കാര്യങ്ങളൊക്കെ ചെളിയായിട്ട് നമുക്ക് ഇരിക്കുന്നത്. ഈ ഭാഗത്തും നമുക്ക് സ്റ്റാർ ലൈൻ എന്നുള്ള ബാഡ്ജ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡീസൽ ടാങ്ക് വരുന്നത്. വലിയൊരു ലിഡ് ആട്ടാ വരുന്നത്. അവിടെ ഒരു 100 ലിറ്ററിന്റെ ഡീസൽ ടാങ്ക് ആണ് വാഹനത്തിൽ കൊടുത്തതാണ്. ഏകദേശം നമുക്ക് ഹൈവേ മൈലേജ് പറയുകയാണെങ്കിൽ 7 മുതൽ 10 വരെയാണ് മൈലേജ് കിട്ടുന്നത്. പിന്നെ താഴെ ഇവിടെ സ്റ്റെപ്പ് എക്സ്ട്രാ വരും. ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇങ്ങനെയാണ് കേട്ടോ.
ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കാണാം, താഴെ പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ ആട്ടോ, ഒരു 360 വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് അകത്തിരിക്കുന്നവർക്ക് കിട്ടും. എന്താ വെച്ചാൽ കൂടുതലും ചില്ലുകളാണ് വാഹനത്തിൽ വരുന്നത്. ഇനി വാഹനത്തിലൊന്ന് കയറിയൊക്കെയല്ലോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ സ്റ്റെപ്പ് വരും. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം എക്സ്ട്രാ ആയിട്ടാണ് മുകളിലേക്ക് കയറേണ്ടത്. എങ്ങനെയുണ്ട് ആ ഒരു ഡോർ? മുകളിലും താഴും ഫിക്സ്ഡ് ആണ്. ഇത് എയർ ഡോർ ആവും എന്നാണ് കമ്പനി പറയുന്നത്. ആർക്കെങ്കിലും ഇറങ്ങണമെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ള സ്വിച്ച് അമർത്തി തന്നെ കണ്ട ഡ്രൈവറിന്റെ അവിടെ ലൈറ്റ് മിന്നണ കണ്ട. അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ വാഹനങ്ങളും ഉണ്ട്, എന്നാലും ഞാൻ എടുത്ത് പറയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രാ ഒരു സീറ്റ് വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഡ്രൈവറിന്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു കോക്പിറ്റ് വരുന്നുണ്ട്. എനിക്ക് ഇവന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാട്ടാ. പിന്നെ ഇവിടെ ഒരു എടുത്ത് പറയേണ്ട കാര്യം, ഷീൽഡ്, വെയിലടിക്കാണ്ടിരിക്കാൻ ഷീൽഡ് വരുന്നുണ്ട് കണ്ട, അടിപൊളിയായിട്ടില്ലേ. നല്ലൊരു വെളിച്ചം കയറുന്ന പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വെയിൽ അധികം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രാത്രിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ഊരി വെക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഹാമർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിന്റെ GVW നോക്കുകയാണെങ്കിൽ 7.5 ടണ്ണാണ് വരുന്നത്. പിന്നെ ചേസിസ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡോമക്സ് 650 ആണ് വരുന്നത്. പിന്നെ ചേസിസ് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 200x65x5 ആട്ടാ വരണേ. ഡ്രൈവറിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഇരിക്കുന്നുണ്ട് കണ്ട. അതെല്ലാം സേഫ്റ്റി പരമായിട്ടും അതുപോലെ കംഫർട്ട് പരമായിട്ടും മാക്സിമം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഒരു നോർമൽ സീറ്റ് കാണാൻ സാധിക്കും. നമുക്കിത് എടുത്തിട്ട് ടൂറിസ്റ്റ് ബസ് ആക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ നമുക്ക് സീറ്റുകളൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ ഇന്ന് നോക്കുന്നത് 24 സീറ്റർ ബസ്സാണ് കേട്ടോ നോക്കണേ. ഇവിടെ നമുക്ക് ആംറെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് നോക്കിയാലോ. നമ്മളൊരു ട്രാവലറിൽ നിന്നും വിട്ട് അത്യാവശ്യം സ്പേസും ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ വേണമെങ്കിൽ, കംഫർട്ടും വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എയ്ഷറിന്റെ ഈ ഒരു സ്റ്റാർ ലൈനിലേക്ക് മാറാട്ടോ. വിൻഡോയും കാര്യങ്ങളൊക്കെ തുറക്കുന്ന സെറ്റപ്പ് ഇതാണ്. ഞാൻ കാണിച്ചല്ലോ നേരത്തെ ആ ഒരു സ്റ്റോപ്പ് സ്വിച്ച് നിൽക്കുമ്പോൾ ലൈറ്റ് അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിന്റെ ആ ഒരു ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉള്ളതുകൊണ്ടൊക്കെ കൂടുതലും മൈലേജ് കിട്ടും കേട്ടോ. ഡെഫിന്റെ അളവ് കുറവ് മതി. ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ വാഹനം എടുത്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വാട്ടർ ബോട്ടിൽ ഹോൾഡറൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. മുകളിലത്തെ ലഗേജ് സ്പേസ് വരുന്നുണ്ട്. 2 സ്ഥലത്ത് സ്പീക്കറിനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്പീക്കറൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണം. നമുക്ക് ഈ വാഹനത്തിലെല്ലാം ഡമ്മി ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അത് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ബാക്കിൽ സെൻട്രൽ സീറ്റിൽ സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വലിയൊരു ചില്ല് കാണാൻ കണ്ട, വലിയ അധികം ഗംഭീരമായിട്ടുള്ള ചില്ല. അതിലൊക്കെ സ്റ്റിക്കർ വർക്കൊക്കെ കയറിയാണ് എൻ്റെ പോലെ ജില്ല കേട്ടോ. ഈ ഭാഗത്തും സ്പീക്കറിന്റെ ഹോളാണ്. ഇവിടെയാണ് എമർജൻസി ഡോറ്, എക്സിറ്റ് ഡോറ്. ഫ്രണ്ടിലെ ഡ്രൈവറിന്റെ ബാക്കിലും അതുപോലെ തന്നെ ഏറ്റവും ബാക്കിലും ഫയർ എക്സ്റ്റിങ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ടയറിന്റെ മുകളിലായിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് കണ്ട. ബാക്കിലത്തെ 2 സീറ്റും വരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം വന്നാലും കണ്ട, ഇവിടെ ഒന്നുമില്ല. പ്ലാറ്റ്ഫോം വന്ന് കണ്ട, ഈ ഒരു പ്ലാറ്റ്ഫോം വന്നതിന് ചൊല്ലി സീറ്റിന്റെ ഹൈറ്റ് ഒന്നും കൂടിയില്ല. സെയിം ഹൈറ്റിൽ തന്നെയാട്ടോ എല്ലാം ഇരിക്കണം കണ്ട. പിന്നെ സീറ്റിന്റെ താഴെയുള്ള ചാർജിങ് സംവിധാനങ്ങൾ ഓരോ സീറ്റിനും കയറ്റണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കയറ്റാം. എന്താ വെച്ചാൽ ഈ വാഹനം എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാഫിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനോ, സ്കൂൾ ബസ് ആക്കിയിട്ടോ, ടൂറിസ്റ്റ് ബസ് ആക്കിയിട്ടോ എങ്ങനെ വേണേലും ചേഞ്ച് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇനി വാഹനത്തിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവർ സീറ്റിന്റെ കംഫർട്ടും അവിടുത്തെ കാര്യങ്ങളും നോക്കിയാലോ. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇനി നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വെക്കാം. അത്യാവശ്യം വൈഡറുള്ള ഡോറോടെ 2 സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിലത്തെ ആ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് അകത്ത് കയറി ഇരുന്നിട്ട് അതിന്റെ കംഫർട്ട് നോക്കാം. ഇവന്റെ ഹൃദയഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു 3000 cc 4 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്താണ്. 90 കിലോവാട്ട് പവർ, 350 ന്യൂട്ടൺ മീറ്റർ ടോർക്കാട്ടാ പ്രൊഡ്യൂസ് ചെയ്യണത്. പൊളിയല്ലേ ചക്കൻ. എയർ ബ്രേക്ക് സംവിധാനം കേട്ടോ, അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് അകത്ത് കയറി നോക്കി വെക്കാം. പക്ഷേ എയർ സീറ്റ് അല്ല, നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു നൈസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഇന്റീരിയർ അല്ല, വലിയൊരു സെറ്റപ്പ് അല്ല, എന്നാലും മറ്റുള്ള ബസ്സുകൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, സീറ്റ് ബെൽറ്റ് ഇടാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ഒരു ക്യൂട്ടായുള്ള ഒരു കുഞ്ഞ് ഗിയറാണ് കാണാൻ സാധിക്കുന്നത്. 5+1, അതായത് 5 ഗിയർ മുന്നിലേക്കും ഒരെണ്ണം ബാക്കിലേക്കും കണ്ട. എയർ ബ്രേക്ക് കണ്ട, പൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഇവന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലോ. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് നമുക്ക് കാണുന്നത്. അതിന്റെ സെന്റർ ഭാഗത്ത് എയ്ഷറിന്റെ ഒരു ലോഗോ വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ചാവി. ആ ചാവിയിലും എയ്ഷറിന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇവന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയാം, മറ്റുള്ള ബസ്സുകളിൽ ഒരു കാണാത്ത ഒരു സെറ്റപ്പാണ് ഇവന്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എൻ്റെ മോനെ അതിഗംഭീരമായുള്ള ക്ലസ്റ്റർ. 2 സൈഡിലും LED ലൈറ്റുകൾ കൊടുത്താൽ നോക്കി വെൽക്കം ചെയ്യണമൊക്കെ. അതായത് ഈ ഒരു സെഗ്മെന്റിൽ, കുഞ്ഞൊരു സെഗ്മെന്റിൽ ഇത്രയും ഭംഗിയുള്ള ഒരു ക്ലസ്റ്റർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. സെന്റർ ഭാഗത്ത് നമുക്കൊരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എയർ എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ടേജ് എന്തോരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ഡീസൽ എന്തോരം ഉണ്ടെന്ന് കാണിക്കും, താഴെ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, മുകളിൽ ടൈം ഡേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
കണ്ടില്ല, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡോമീറ്ററും താഴെ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, വാർണിംഗ് ലാംപ്സ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ RPM മീറ്റർ. എല്ലാം പച്ച കണ്ട കളർ, പച്ചയിൽ RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറക്റ്റ് മൈലേജ് കിട്ടും. താഴെ ഫ്യൂവലിൻ്റെ ഹീറ്റിൻ്റെ ഒരു സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ സ്വിച്ചുകളുണ്ട്, ആ സ്വിച്ചുകൾ ഞെക്കുമ്പോഴുള്ള സംവിധാനങ്ങൾ കാണിച്ചു തരാം. താഴെ കണ്ട കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് B സംവിധാനങ്ങളെല്ലാം താഴെ നിങ്ങൾക്ക് ഇത് മാറണം കാണാം. പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി അതെല്ലാം കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്വിച്ചുകളുണ്ട് ഈ വാഹനത്തിൻ്റെ. ഇതിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലത്തെ സ്വിച്ചുകളാണ് ഞെക്കിയത്. ലെഫ്റ്റ് സൈഡിലത്തെ സ്വിച്ചുകൾ ഞെക്കുമ്പോഴുള്ള സംവിധാനങ്ങൾ വേറെ. ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് കാണാം. അതിൻ്റെ താഴെ കുറച്ച് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കട്ട് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും പിന്നെ 2 ഡമ്മി സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 സ്വിച്ചുകൾ വരുന്നുണ്ടെന്ന്. അതെന്തിനാ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാട്ടാ. അതിനു മുമ്പായിട്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. കണ്ട നൈസായിട്ട് തിരിയുന്നുണ്ട് വാഹനം. ഇപ്പോൾ ഓണിലാണ് കേട്ടോ ഇരിക്കുന്നത്. അടിപൊളിയായിട്ടില്ലേ. തീരെ നോയ്സില്ല എന്നാണ്, തീരെ നോയ്സില്ല. എന്നാലും ആ ഒരു ഇഷറിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഒരു നോയ്സ് അടിപൊളിയല്ലേ. ഇവിടെ ഹാൻഡിൽ കാണാം, വെയിലടിക്കാനുള്ള ഒരു ഷീൽഡ് എക്സ്ട്രാ വരുന്നുണ്ട്. മുകളിൽ സ്പീക്കറുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ വെക്കാനാട്ടോ. പിന്നെ ഒരു വലിയ മിറർ, വൈഡ് ആയിട്ടുള്ള ഒരു മിറർ വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ബാക്കിലേക്കുള്ള വ്യൂ ഒക്കെ കറക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു എയറോപ്ലെയിൻ കോക്പിറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇന്റീരിയർ ആട്ടെ. ഇതിൻ്റെ താഴെ ബ്രേക്ക് ലിവറൊക്കെ നോക്കി അത്യാവശ്യം പൊന്തിച്ചിട്ട് ഒരു ശരിക്കും ഒരു ബസ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. റിയൽ ബസ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഗിയർ. കണ്ട മറ്റുള്ള വാഹനത്തിലൊക്കെ ഒരുപാട് ഉയർത്തി വലിയൊരു സെറ്റപ്പ് പോലെയാണ് ഇടേണ്ടത്. പക്ഷെ ഇതൊരു കാറിൻ്റെ ഗിയർ പോലെ കേട്ടാ. മുന്നിലേക്കാണ് റിവേഴ്സ് വരുന്നത്, പിന്നെ താഴേക്കാണ് ഫസ്റ്റ് വരുന്നത്. വാഹനത്തിന്റെ ഫ്രണ്ട് ഓവർ ആംഗ് വരുന്നത് 1200 mm, റിയർ ഓവർ ആംഗ് വരുന്നത് 2140 mm ആട്ടോ വരുന്നത്. പിന്നെ അത് മാത്രമല്ല ടേണിംഗ് റേഡിയസ് നോക്കുകയാണെങ്കിൽ 13.1 മീറ്റർ ആണ്. ക്ലച്ച് നോക്കുകയാണെങ്കിൽ 310 mm. ഇവിടെ കുറേ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഫസ്റ്റത്തെ സ്വിച്ച് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഡിം ലൈറ്റ് ആണ്, കണ്ട ബ്ലൂ ലൈറ്റ്. രണ്ടാമത്തെ ലൈറ്റ് ഫസ്റ്റത്തെ വൈറ്റ് കളർ ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ ലൈറ്റ് ടെസ്റ്റ് അടിച്ച് നോക്കാം. കണ്ട ഈ ലൈറ്റുകളല്ല. നാലാമത്തെ ലൈറ്റ് ബാക്കിലുള്ള വൈറ്റ് ലൈറ്റുകൾ വരും. കാണിച്ചാൽ കണ്ട ബാക്കിലുള്ള വൈറ്റ് ലൈറ്റുകളല്ല. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഓഫ് ചെയ്യും. പിന്നെ ഫാൻ്റെ സ്വിച്ച് നോക്കി ഏഷ്യറിൻ്റെ തന്നെ ഫാൻഡ സെൻറ്റർ ഭാഗത്ത് ലോഗോ നോക്കി ഏഷ്യറിൻ്റെ പൊളിയിട്ടില്ലേ. ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് ET35S5 എന്നുള്ള ട്രാൻസ്മിഷൻ ആട്ടാ. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിന് 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. എക്കോ, പവർ, എക്കോ പ്ലസ് എന്ന് പറഞ്ഞുള്ളൊരു മോഡൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടുന്നത് എക്കോയിലാണ്. മുകളിൽ കിട്ട പവറാവും കയറ്റൊക്കെ കയറാനായിട്ട്. പിന്നെ എക്കോ പ്ലസ് നല്ല മൈലേജ് നോക്കി ഓടിക്കണമെങ്കിൽ അതിലിട്ട് ഓടിച്ചാൽ മതി. അപ്പോൾ എക്കോ പ്ലസിലൊക്കെ ഇട്ട് ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ ഹൈവേയിലൊക്കെ. പിന്നെ റീജനറേഷൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ലൈറ്റുകൾ തന്നെയാണ് വേറെ സ്വിച്ചുകൾ കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആ ഫയറിൻ്റെ സെറ്റപ്പിൻ്റെ ആ ഒരു യൂണിറ്റ് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയും കംഫർട്ടും കൺവീനിയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടില്ലേ. ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സിങ്ക്രോമെഷ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്താണ്. ഇനി ഞാൻ പറഞ്ഞാലോ ഇത് കുഞ്ഞ ബസ്സല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ ഒരു സെറ്റപ്പില് 24 സീറ്ററിലെ 3515 mm ആണ് വാഹനത്തിന്റെ വീൽ ബേസ്. ഇത് ഫസ്റ്റ് ഇട്ടു, മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. ഇത് ഫസ്റ്റ് ആട്ടപ്പോൾ ഞാൻ ആ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. വാഹനം ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം, നൈസായിട്ടൊന്ന് എടുത്തു നോക്കാം. അയ്യോ അടിപൊളിയായിട്ടില്ല. സാധനം ഇങ്ങനെ നൈസായിട്ട് നീങ്ങുന്നുണ്ട്. ക്ലച്ച് വിടുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രത്യേക ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഇനി റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു കംഫർട്ടൊന്നും. അവിടെയും നമുക്ക് കുഴപ്പമില്ലാത്തൊരു തനതായിട്ടുള്ള ഒരു കംഫർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് ദൂരം ഓടിച്ചു നോക്കിയിട്ടാട്ടപ്പോൾ റിവ്യൂ പറയണേ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടത്. നമുക്ക് ഈ വാഹനം ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിലുള്ള കുട്ടനല്ലൂരിലുള്ള ഏഷ്യറിൻ്റെ ഒഫീഷ്യലായുള്ള ഷോറൂമിൽ നിന്നാട്ടാ. ഞാൻ താഴെ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. വാഹനത്തിൻ്റെ പ്രൈസും അറിയാം. അങ്ങനെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇതേ എനേബിൾ ചെയ്തേക്കാണ് ഇപ്പോൾ. ഇനി വാഹനത്തിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12 വോൾട്ട് 130 ബാറ്ററിയാണ് വരുന്നത്. ആൾട്ടർനേറ്റർ നോക്കുകയാണെങ്കിൽ 2x110 അതാണ് ആൾട്ടർനേറ്ററിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ വാഹനത്തിന്. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തോളൂ. ഏഷ്യറിൻ്റെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും താഴ്ന്ന് കമൻറ്റ് ചെയ്തോളട്ടെ ഇതിൻ്റെ കംഫർട്ട്. ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ പേടിക്കേണ്ട കാര്യങ്ങളില്ലാട്ടെ. ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അക്സസ് ചെയ്യാൻ പറ്റും. വാഹനത്തിൻ്റെ ഡിഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നമുക്ക് പെട്ടെന്ന് ഒരു സർവീസ് സെൻ്ററിൽ കയറിയിട്ട്
കാര്യം എന്ത് പറ്റിയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഈ വാർണിംഗ് ആയിട്ട് ക്ലസ്റ്ററിൽ കാണിച്ചു തരും. സർവീസ് ഡ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഫ്ലോർ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ബട്ടൺ വിനൈൽ ടൈപ്പ് ആണ് വരുന്നത് ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ള കാര്യം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണ. കണ്ട സി യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഗുഡ് ബൈ നോട്ടും വാഹനം തന്നെ തരുന്നുണ്ട് ചാവി ഓഫ് ആക്കുമ്പോൾ. എനിക്കിത് ഓൺ ആക്കുമ്പോൾ ഉള്ള ഒരു ഡിസൈനും ലൈറ്റിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയണ ഈ വാഹനത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടും കൂടെ താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.